നമുക്ക് കണ്ണൂരേക്ക് പോകാം. കണ്ണൂരിൽ മനുഷ്യന്റെ ശ്രീധരൻ നാളുടെ ജീവനെടുത്ത കാട്ടുപന്നിയെ ഇപ്പോൾ നാട്ടുകാർ തല്ലിക്കൊന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ നിന്ന് വരികയാണ്. സാരംഗ് സുരേഷ് നമുക്ക് ചേരുന്നുണ്ട്. സാരംഗ്, വനംവകുപ്പ് ഒന്നും ചെയ്തില്ല, അപ്പോൾ നാട്ടുകാർ തന്നെ മുമ്പിട്ടിറങ്ങുകയാണ്. എന്താണ് സംഭവിച്ചത്? നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായ രോഷപ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എത്രയും കൃത്യമായി ആളുകളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ആണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടത്തിൽ ആളുടെ ജീവനെടുത്ത പന്നിയെ 1.5 കിലോമീറ്റർ അകലെയുള്ള വായനശാലയ്ക്ക് സമീപമുള്ള പ്രിയദർശിനി വായനശാലയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് അവിടെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു സ്ഥലം അളക്കുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ഈ കാട്ടുപന്നി കുതിച്ചു പാഞ്ഞെത്തുകയായിരുന്നു. അവിടെയും സമാനമായ രീതിയിൽ തന്നെ ആളുകളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് രോഷാകുലരായ ആളുകൾ ഓടിയെത്തി പന്നിയെ പന്നിയെ കൊന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ശ്രീധരൻ ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു എന്ന് ഇതറിഞ്ഞതിന് ശേഷം, കാരണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഈ അനുകൂലമായ നടപടികളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഇത്രയും കാലമായി ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു രോഷം നല്ല രീതിയിലുണ്ടായിരുന്നു. ആ ഒരു അമർഷം അവർക്കുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി അവരുടെ ആ ഒരു അമർഷം അവർ അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആളുകളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുൽത്തകടികളിലൊക്കെ തന്നെ രക്തത്തുള്ളികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്ന് പറയുക എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ആളുകളെല്ലാവരും തന്നെ നിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ ആളുകൾ, അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ അയൽക്കാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് സ്ഥിരമായി നമ്മൾ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട, അവരൊക്കെ തന്നെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ AK എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ചെറിയ. ഇന്ന് രാവിലെയാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ആ വാർത്ത, കർഷകനെ കാട്ടുപന്നി ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന വാർത്ത വന്നത്. ഇപ്പോൾ ആ കാട്ടുപന്നിയെ നാട്ടുകാർ തന്നെ തല്ലിക്കൊന്നിരിക്കുകയാണ്.